ശോഭ ഗാർമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ബിഷോപ്പറാണ് തയ്ക്കുന്നത്. പഴയ ഒരു പാൻറ് വെട്ടിയാണ് നമ്മൾ ഇന്ന് ബിഷോപ്പർ തയ്ക്കുന്നത്. പഴയ പാൻറ് വെട്ടിയിട്ട് അടിയിൽ ചാക്കിട്ടാണ് തയ്ക്കുന്നത്. ഇതുപോലെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വെട്ടണമെന്ന് പറയുമ്പോൾ ഈ അളവിൽ ഇതേ അളവിലാണ് ഒരു ബിഷോപ്പർ തയ്ക്കാൻ പറ്റും. ഇതുപോലെ കമ്പല്ല നമ്മൾ വെക്കുന്നത്, വള്ളി വെച്ചാണ് തയ്ക്കുന്നത് ഇതേ അളവിൽ. അതെങ്ങനെയാണ് തയ്ക്കണതെന്ന് നമുക്ക് നോക്കാം. ഇത് വെട്ടിയെടുക്കാം നമുക്കതെങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഇതേപോലെ ഈ അളവിലൊന്ന് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. തയ്യലിൻ്റെ ആ ഭാഗമാണ് കട്ട് ചെയ്ത് കളയണത്. കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ഇനി ഇത് നിർത്തണം. രണ്ട് പീസ് ആണ് എടുത്തേക്കുന്നത്. രണ്ട് പീസ് തുണി വെട്ടി വെച്ചേക്കുന്നത്. ഇനി ചാക്ക് അതേ അളവിൽ വെട്ടി വെച്ചേക്കുന്നത്. ചാക്ക് ഒറ്റ പീസാണ്. നമുക്ക് ഇതിൽ ജോയിൻറ്റ് ചെയ്തിട്ട് തുണി ജോയിൻറ്റ് ചെയ്ത് ഇതിൽ വെച്ചിട്ട് കൊണ്ടുവരാം. പിന്നെ വള്ളിയും വെട്ടി വെച്ചിട്ടുണ്ട്. 10 ഇഞ്ച് വീതിയിൽ 4 ഇഞ്ച് 10 ഇഞ്ച് നീളത്തിൽ 4 ഇഞ്ച് വീതിയിൽ ഒരു വള്ളി വെട്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വെച്ച് തയ്ക്കണ എങ്ങനെയാണെന്ന് കാണാം. നല്ല മെറ്റീരിയലും ചാക്കും കൂടെ വെച്ച് തയ്ച്ച് ഇങ്ങനെ മൊത്തത്തിൽ രണ്ടും കൂടെ വെച്ച് ചേർത്ത് തയ്ച്ചിട്ട് ഇങ്ങനെ ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറുക്കെ തെറ്റുമാറ്റമൊക്കെ ഇങ്ങനെ നമ്മൾ തയ്ച്ച് വെച്ച് ഇത്രയും ചെയ്ത്, എന്നിട്ട് ഈ നമ്മൾ ഈ രണ്ട് സൈഡും ഇങ്ങനെ മടക്കി ഇതുപോലെ മടക്കി ഉളുമ്പടിച്ചേക്കാണ്. രണ്ട് സൈഡും തയ്ച്ച് ഇതുപോലെ തയ്ച്ച്. ഇനി നമുക്കിത് രണ്ടും കൂടെ ഇങ്ങനെ രണ്ട് സൈഡ് നമുക്കിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചേർത്ത് തയ്ക്കാം. രണ്ട് സൈഡിലും ഇങ്ങനെ ചേർത്ത് തയ്ക്കാം. പിന്നെ വള്ളി നമ്മൾ അതേ തുണി എടുത്തിട്ട് ഇതിനകത്ത് ഇത്തിരി ചാക്കിൻ്റെ പീസ് ഇട്ട് കട്ടി ഇട്ടുള്ളൂ. ചാക്കിൻ്റെ പീസും കൂടെ ഇട്ട് മടക്കി തയ്ച്ച് അപ്പോഴും അത് നല്ല ബലത്തിന് കിട്ടി. അത് വള്ളി വെച്ച് തയ്ച്ച് പിടിപ്പിക്കണ എങ്ങനെയെന്നാണ് നോക്കാം. ഇത് വള്ളി ഇങ്ങനെ നമ്മളകത്ത് ചാക്കിട്ട് തയ്ച്ച് വെച്ചിരിക്കുന്ന വള്ളിയാണ്. ഈ സൈഡിൽ നിന്ന് 7 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 7 ഇഞ്ച് എടുക്കണം. പുറത്തുനിന്ന് 7 ഇഞ്ച് അടയാളം 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു 3 ഇഞ്ച് താഴ്ത്തി ഇങ്ങനെ എടുക്കണം. പുറത്ത് രണ്ട് സൈഡും 3 ഇഞ്ച് എടുത്തിട്ട് ഇത് തച്ച വള്ളി എടുത്ത് ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ
ഗുണനം പോലെ അടിക്കണം. ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തെച്ചോട്ട് രണ്ട് സൈഡും തെച്ച് രണ്ട് സൈഡിൽ ഇതുപോലെ തെച്ചെടുക്കണം. അപ്പുറം രണ്ട് സൈഡും അപ്പുറത്ത് 7 ഇഞ്ച് 7 ഇഞ്ച് ഇടയിലപ്പെടുത്തി 3 ഇഞ്ച് ഇറക്കും. രണ്ട് സൈഡിലും വള്ളി തയ്ച്ചിട്ട് സൈഡും ചേർത്ത് തയ്ച്ചിട്ട് വരാം. രണ്ട് സൈഡും തച്ച് കഴിഞ്ഞ് രണ്ട് സൈഡും തച്ച് വള്ളി തച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ തച്ച് ആണ് ഇളവാതിരിക്കാൻ ഗുണനം പോലെ തച്ച് അപ്പോൾ നല്ല ബലത്തിനിരിക്കും. രണ്ട് സൈഡും തച്ച് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അറ്റത്തെ ഇതൊന്നും ചാക്കിൻ്റെ തുമ്പ് വെളിയിൽ കാണാതിരിക്കാൻ വേണ്ടി വെട്ടിക്കളയണം. അതിങ്ങനെ അല്ല, ഈ തുണ്ട് പീസ് വെച്ച് വെട്ടി പൊതിഞ്ഞടിക്കാം. തുണ്ട് പീസ് വെച്ച് നമുക്ക് ചുറ്റിനും രണ്ട് സൈഡ് പൊതിഞ്ഞ് തയ്ക്കാം. അതിൻ്റെ തുമ്പ് കാണാതിരിക്കുക. ഇങ്ങനെ പൊതിഞ്ഞ് തയ്ക്കാം. രണ്ട് സൈഡും നമ്മൾ തുണി ഇങ്ങനെ പൊതിഞ്ഞ് തച്ച് അപ്പം ചാക്കിൻ്റെ തുമ്പ് പിരുന്ന് വരാതിരിക്കാൻ വേണ്ടി രണ്ട് സൈഡും പൊതിഞ്ഞ് തച്ച്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് 3 ഇഞ്ച് നീളം 3 ഇഞ്ച് വീതി ഇതിൽ ഇങ്ങനെ ബോക്സ് പോലെ വരച്ച് വെട്ടി മാറ്റണം. 3 ഇഞ്ച് വീതി 3 ഇഞ്ച് നീളം 3 ഇഞ്ച് നീളം 3 ഇഞ്ച് വീതിയിൽ നമ്മൾ ബോക്സ് പോലെ വരച്ച് അതിനെ വെട്ടി മാറ്റണം. എന്നിട്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ തയ്ക്കണം. രണ്ട് സൈഡിലും ഇതേപോലെ തയ്ക്കണം. ഇങ്ങനെ വെച്ച് തച്ച് രണ്ട് സൈഡ് അതുപോലെ തച്ച് ഇനി നമുക്ക് ഇത് ഇങ്ങനെ വെച്ച് പൊതിഞ്ഞ് തയ്ക്കാം. ഇതുപോലെ തയ്ക്കാം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത രണ്ട് സൈഡും തുണി വെച്ച് മടക്കി തച്ച് ഇനി മറിച്ചിടാം. ബാഗ് തച്ച് നല്ലപോലെ മറിച്ച് കോണൊക്കെ ഇങ്ങനെ ഇതെല്ലാം ഉണ്ട് മറിച്ചിടണം. കറിയും വെച്ച് ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കോണ് കണക്കാക്കി ഇങ്ങനെ ഈ ഉളുമ്പ് ഓരം തയ്ക്കണം. ഇങ്ങനെ രണ്ട് സൈഡും തയ്ക്കണം. ഈ സൈഡിലും ഓരം 4 തയ്യൽ തയ്ക്കണം. അങ്ങനെ നമ്മുടെ ബാഗ് ബിഗ് ഷോപ്പർ റെഡിയായി. ഈ ഉളുമ്പ് ഇങ്ങനെ തയ്ച്ച് രണ്ട് സൈഡും ഉളുമ്പ് തയ്ച്ച് ഷോപ്പർ ആ സാധനവും നിറച്ച് വെച്ച്
എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാമെന്നുള്ളത്. പഴയ പാൻറ്റ് സാരിയൊക്കെ ഉണ്ടെങ്കിലും വെട്ടി ഒരു ചാക്കും കൂടെ മതി എല്ലാവർക്കും ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.